ഓക്കെ, സോ ഗുഡ് മോർണിംഗ്. ഇന്നപ്പോ ആദ്യം ലീനിയർ ഓൾജിബ്രയിലെ ഫസ്റ്റ് ടോപ്പിക് ആയിട്ടുള്ള വെക്ടർ സ്പേസ് എന്ന് പറയുന്ന ടോപ്പിക്കിൽ നിന്നാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ഓക്കെ, സോ വെക്ടർ സ്പേസ്. അപ്പൊ എന്താണ് ഒരു വെക്ടർ സ്പേസ്? നമ്മൾ വെക്ടർ സ്പേസ് പറയുന്ന സമയത്ത് അതിനോടൊപ്പം ഒരു സെറ്റ് അസോസിയേറ്റ് ചെയ്തിട്ടുണ്ട്. ഒരു സെറ്റ് ഉണ്ട്. ഈ സെറ്റിന്റെ ഒപ്പം രണ്ട് ഓപ്പറേഷൻസ് ഡിഫൈൻ ചെയ്തിട്ടുണ്ടാവും. ഏതൊക്കെയാണ്? ഒന്ന് മൾട്ടിപ്ലിക്കേഷനും അഡിഷനും, പിന്നെ മറ്റൊന്ന് സ്കെയിലാർ മൾട്ടിപ്ലിക്കേഷൻ. അപ്പം അഡീഷൻ എന്ന് പറയുന്നത് നമുക്ക് എപ്പോഴും അറിയാവുന്നതാണ്, ഈ അഡീഷൻ എന്ന് പറയുന്ന ഓപ്പറേഷൻ എന്ന് പറയുന്നത്. ഇനി സ്കെയിലാർ മൾട്ടിപ്ലിക്കേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? സ്കെയിലാർ മൾട്ടിപ്ലിക്കേഷൻ. ഓക്കെ, സ്കെയിലാർ മൾട്ടിപ്ലിക്കേഷൻ എന്ന് പറയുമ്പോൾ എന്താണ്? ഇപ്പൊ ഞാൻ ഈ സെറ്റിൽ നിന്ന് ഒരു എലമെന്റ് എടുക്കാം. ഞാൻ ആ സെറ്റിൽ നിന്ന് വി എന്ന് പറയുന്ന ഒരു എലമെന്റ് എടുക്കാണ്. എവിടുന്നാണ്? എന്റെ കയ്യിലുള്ള സെറ്റ്. ഓക്കെ, ആൽഫ എന്ന് പറയുന്ന ഒരു എലമെന്റ് എടുക്കാൻ. ഈ ആൽഫ എന്ന് പറയുന്നത് ഒന്നുകിൽ റിയൽ നമ്പർ ആയിരിക്കാം, ഇല്ലെങ്കിൽ എന്താണ്? കോംപ്ലക്സ് നമ്പർ ആയിരിക്കാം. അപ്പൊ ഈ റിയൽ നമ്പറിനെയും കോംപ്ലക്സ് നമ്പറിനെയും നമ്മൾ എന്താ? ഫീൽഡ് എന്നാണ് പറയുന്നത്. ഓക്കെ, ഇവിടെ ഫീൽഡ് ആണ്. റിയൽ നമ്പറും കോംപ്ലക്സ് നമ്പറിന്റെ സെറ്റും ഇവിടെ എന്താണ്? ഒരു ഫീൽഡ് ആയിട്ട് ആക്ട് ചെയ്യുന്നു. സോ ഈ ഫീൽഡിൽ നിന്ന് ഞാൻ ഒരു ആൽഫയെ സെലക്ട് ചെയ്യാം. മനസ്സിലായോ? വി എന്ന് പറയുന്ന എലമെന്റ് എവിടെ നിന്നാണ്? നമ്മുടെ സെറ്റിൽ നിന്നാണ്. ആൽഫ എന്ന് പറയുന്നത് ഫീൽഡിൽ നിന്നുള്ള ഒരു എലമെന്റ്, അതായത് റിയൽ നമ്പറോ കോംപ്ലക്സ് നമ്പറോ ആയിട്ടുള്ള ഒരു നമ്പർ. ഓക്കെ, അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ആൽഫ വി എന്ന് പറയുന്നത് എവിടെ ഉണ്ടായിരിക്കണം? എന്റെ സെറ്റിൽ ഉണ്ടായിരിക്കണം. അങ്ങനെ വരുമ്പോൾ എന്താണ്? സ്കെയിലാർ മൾട്ടിപ്ലിക്കേഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്നത്. ഓക്കെ, സോ എന്താണ് ഒരു വെക്ടർ സ്പേസ്? വെക്ടർ സ്പേസ് എന്ന് പറഞ്ഞാൽ ഒരു സെറ്റ് ഉണ്ടാവും, അതിനെ അസോസിയേറ്റ് ചെയ്ത് രണ്ട് ഓപ്പറേഷൻസ് ഉണ്ടാകും, അഡിഷനും മൾട്ടിപ്ലിക്കേഷനും. മാത്രമല്ല ഈ പറയുന്ന സെറ്റിലുള്ള എലമെന്റ്സ് കുറച്ച് പ്രോപ്പർട്ടീസ് സാറ്റിസ്ഫൈ ചെയ്യണം. അപ്പൊ അത് ഏതൊക്കെയാണ് ആ പ്രോപ്പർട്ടീസ് എന്ന് നോക്കാം. സോ ഫസ്റ്റ് വൺ ഇസ് കമ്മ്യൂട്ടേറ്റിവിറ്റി. ഓക്കെ, ആദ്യം എന്താണ് കമ്മ്യൂട്ടേറ്റിവിറ്റി? നമ്മൾ പഠിച്ചിട്ടുള്ളതാണ് എന്താണ് കമ്മ്യൂട്ടേറ്റിവിറ്റി എന്നുള്ളത്. എന്താണ്? എന്റെ സെറ്റിലുള്ള ഏത് രണ്ട് എലമെന്റ്സ് ഞാൻ ചൂസ് ചെയ്താലും എന്താണ്? ഇപ്പൊ ഞാൻ യു വി ബിലോങ്സ് ടു എന്റെ സെറ്റിലുള്ള വിയിലുള്ള രണ്ട് എലമെന്റ്സ് ഞാൻ ചൂസ് ചെയ്തു. അങ്ങനെയാണെങ്കിൽ യു പ്ലസ് വിയും വി പ്ലസ് യുവും ഈക്വൽ ആയിരിക്കും, അല്ലെ? യു പ്ലസ് വിയും വി പ്ലസ് യുവും ഈക്വൽ ആയിരിക്കും. അങ്ങനെയാണെങ്കിൽ നമുക്ക് എന്ത് പറയാം? അവിടെ കമ്മ്യൂട്ടേറ്റീവ് പ്രോപ്പർട്ടി ഹോൾഡ് ചെയ്യുന്നുണ്ട്. ഫോർ എവ്രി യു വി ബിലോങ്സ് ടു വി, എല്ലാ യു വിക്കും ഇത് സാറ്റിസ്ഫൈ ചെയ്യാം. ഓക്കെ, ഇനി രണ്ടാമത്തത് എന്താണ്? അസോസിയേറ്റിവിറ്റി. അസോസിയേറ്റിവിറ്റി. അപ്പൊ അസോസിയേറ്റിവിറ്റി പറയുമ്പോൾ മൂന്ന് എലമെന്റ്സ് കൺസിഡർ ചെയ്യാം. യു വി ഡബ്ല്യു. ഇതെവിടെയാണ്? എന്റെ സെറ്റിലുള്ള എലമെന്റ്സ് ആണ്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ യു പ്ലസ് വി പ്ലസ് ഡബ്ല്യു ഇസ് ഈക്വൽ ടു യു പ്ലസ് വി പ്ലസ് ഡബ്ല്യു ഫോർ എവ്രി യു വി ഡബ്ല്യു ബിലോങ്സ് ടു എന്ന് പറഞ്ഞാൽ എന്താണ്? ആദ്യം വി പ്ലസ് ഡബ്ല്യുവിനെ ആഡ് ചെയ്തിട്ട് പിന്നെ അതിന്റെ കൂടെ യു ആഡ് ചെയ്താലും, അല്ലെ? ആദ്യം യു പ്ലസ് വിനെ ആഡ് ചെയ്തിട്ട് പിന്നെ അതിന്റെ ഒപ്പം ഡബ്ല്യുവിനെ കൂടെ ആഡ് ചെയ്താലും എന്താണ്? സെയിം ആൻസർ ആണ് കിട്ടുക. ഓക്കെ, അപ്പൊ ഇത് നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ മൾട്ടിപ്ലിക്കേഷനും സാറ്റിസ്ഫൈ ചെയ്യാൻ പറ്റും, അല്ലെ? എങ്ങനെയാണ്? എ ബി ടൈംസ് വി ഇസ് ഈക്വൽ ടു എ ടൈംസ് ബി ടൈംസ് വി. ഇങ്ങനെയാണെങ്കിലും നമുക്ക് എന്ത് പറയാൻ പറ്റും? ഇപ്പൊ ഇവിടെ എന്താണ്? സ്കെയിലാർ മൾട്ടിപ്ലിക്കേഷൻ ആണ് ഉപയോഗിച്ചിട്ടുള്ളത്. എയും ബി എവിടെ നിന്നാണ്? എന്റെ ഫീൽഡിലുള്ള സ്കെയിലാറുകളാണ്. ആൻഡ് വി എന്ന് പറയുന്നത് എന്താണ്? എന്റെ വെക്ടർ സ്പേസിലുള്ള ഒരു വെക്ടർ ആണ്, അല്ലെങ്കിൽ എന്റെ ഈ വി എന്ന് പറയുന്ന സെറ്റിലുള്ള ഒരു എലമെന്റ് ആണ്. ഓക്കെ, അപ്പൊ അസോസിയേറ്റിവിറ്റി എന്താണ് പറയുന്നത്? അഡിഷന്റെ കേസിലാണെങ്കിൽ യു പ്ലസ് വി പ്ലസ് ഡബ്ല്യു എന്തിന് ഈക്വൽ ആയിരിക്കണം? യു പ്ലസ് വി പ്ലസ് ഡബ്ല്യുവിന് ഈക്വൽ ആയിരിക്കണം ഫോർ എവ്രി യു വി ഡബ്ല്യു ബിലോങ്സ് ടു വി. ആൻഡ് സ്കെയിലാർ മൾട്ടിപ്ലിക്കേഷന്റെ കേസിലാണെങ്കിലോ എ ഇൻറ്റു ബി ടൈംസ് വി എന്ന് പറയുന്നത് എന്താണ്? എ ഇൻറ്റു ബി ടൈംസ് വിക്ക് ഈക്വൽ ആയിരിക്കും. ഓക്കെ, ഇനി അടുത്തത് തേർഡ് പ്രോപ്പർട്ടി എന്ന് പറയുമ്പോൾ അഡിറ്റീവ് ഐഡന്റിറ്റി. എന്താണ് അഡിറ്റീവ് ഐഡന്റിറ്റി? അതായത് നമ്മള് ഏതൊരു എലമെന്റ് യു എടുത്തു കഴിഞ്ഞാലും എന്റെ സെറ്റിൽ നിന്ന് ഏതൊരു എലമെന്റ് ഫോർ എവ്രി യു ബിലോങ്സ് ടു എന്റെ സെറ്റിൽ നിന്ന് എടുത്തു കഴിഞ്ഞാലും there exists an element 0. എന്താണ്? ഒരു എലമെന്റ് 0 അവിടെ എക്സിസ്റ്റ് ചെയ്യണം such that യു പ്ലസ് 0 എന്തായിരിക്കണം? യു തന്നെ ആയിരിക്കണം. അതായത് ഈ യുവിന്റെ ഒപ്പം ഈ ഒരു എലമെന്റുമായിട്ട് ഓപ്പറേറ്റ് ചെയ്ത് ആഡ് ചെയ്യുമ്പോൾ എനിക്ക് അതേ എലമെന്റ് തന്നെ. അങ്ങനെയുള്ള എലമെന്റിനെയാണ് ഞാൻ എന്തെന്ന് വിളിക്കാം? അഡിറ്റീവ് ഐഡന്റിറ്റി എന്ന് വിളിക്കാം. ഓക്കെ, ഈ യുവിന്റെ ഒപ്പം
സീറോ എലമെന്റ് ആഡ് ചെയ്യുന്ന സമയത്ത് നമുക്ക് എന്ത് തന്നെയാണ് കിട്ടുന്നത്? ആദ്യം എടുത്ത് യു തന്നെയാണ് കിട്ടുന്നത്. സോ അങ്ങനെയുള്ള സീറോകളെയാണ് ഞാൻ എന്തെന്ന് വിളിക്കുക? അഡിറ്റീവ് ഐഡന്റിറ്റി എന്ന് വിളിക്കുക. ഓക്കെ, ഇനി അടുത്തത് വരുന്നത് അഡിറ്റീവ് ഇൻവേഴ്സ്. അഡിറ്റീവ് ഇൻവേഴ്സ്. അഡിറ്റീവ് ഇൻവേഴ്സ് എന്താണ് പറയുന്നത്? ഞാൻ ഏതൊരു യു എടുത്തു കഴിഞ്ഞാൽ, ഇപ്പൊ എന്റെ വെക്ടർ സെറ്റ്, എന്റെ വി എന്ന് പറയുന്ന സെറ്റിൽ നിന്ന് ഞാൻ ഏതൊരു യു എടുക്കുകയാണ്. സോ ഫോർ എവ്രി യു ബിലോങ്സ് ടു വി എന്തുണ്ടാവണം? മറ്റൊരു എലമെന്റ് ആ സെറ്റിൽ തന്നെ ഉണ്ടാകണം. സച്ച് ദാറ്റ്, സോ മറ്റൊരു എലമെന്റ് ആയിട്ട് ഞാൻ ഇവിടെ എടുക്കുന്നത് ഡബ്ല്യു ആണ്. ദർ എക്സിസ്റ്റ് ഡബ്ല്യു ബിലോങ്സ് ടു വി സച്ച് ദാറ്റ് എന്തായിരിക്കണം? യു പ്ലസ് ഡബ്ല്യു എന്ന് പറയുന്നത് 0 ആയിട്ട്. അതായത് യുവും ഡബ്ല്യുവും കൂടെ ഓപ്പറേറ്റ് ചെയ്താൽ നമുക്ക് എന്ത് കിട്ടണം? അഡിറ്റീവ് ഐഡന്റിറ്റി കിട്ടണം. ഓക്കെ, അഡിറ്റീവ് ഐഡന്റിറ്റി ആണ് എന്റെ 0 അല്ലെ? അപ്പൊ യുവും ഈ അഡിറ്റീവ് ഇൻവേഴ്സും കൂടെ ഞാൻ എന്ത് ചെയ്യുമ്പോൾ ഓപ്പറേറ്റ് ചെയ്യുന്ന സമയത്ത് എനിക്ക് എന്ത് കിട്ടണം? അഡിറ്റീവ് ഐഡന്റിറ്റി കിട്ടണം. മനസ്സിലായോ? എന്താണ് അഡിറ്റീവ് ഐഡന്റിറ്റി, എന്താണ് അഡിറ്റീവ് ഇൻവേഴ്സ്? അഡിറ്റീവ് ഐഡന്റിറ്റി എന്ന് പറഞ്ഞാൽ ഏതൊരു എലമെന്റ് കൊണ്ടാണോ ആഡ് ചെയ്യുന്നത് അല്ലെ, ആ എലമെന്റ് കൊണ്ട് ആഡ് ചെയ്യുന്ന സമയത്ത് നമുക്ക് അതേ വെക്ടർ തന്നെ കിട്ടാം, അല്ലെങ്കിൽ അതേ എലമെന്റ് തന്നെ കിട്ടാം. ഓക്കെ, അഡിറ്റീവ് ഇൻവേഴ്സ് എന്ന് പറയുന്നത് എന്താണ്? ഒരു എലമെന്റ് ഞാൻ എടുത്തു കഴിഞ്ഞാൽ അതിന്റെ ഒപ്പം മറ്റൊരു എലമെന്റിനെയും കൂടെ ആഡ് ചെയ്യുന്ന സമയത്ത് അഡിറ്റീവ് ഐഡന്റിറ്റി കിട്ടാം. ക്ലിയർ ആയ? ഇനി അത് കഴിഞ്ഞിട്ട് അടുത്തതാണ് മൾട്ടിപ്ലിക്കേറ്റീവ് ഐഡന്റിറ്റി. ഓക്കെ, മൾട്ടിപ്ലിക്കേറ്റീവ് ഐഡന്റിറ്റി. അപ്പൊ എന്താണ് മൾട്ടിപ്ലിക്കേറ്റീവ് ഐഡന്റിറ്റി എന്ന് പറയുമ്പോൾ, സോ ഇപ്പൊ ഞാനൊരു എലമെന്റ് എടുക്കാണ്. ഫോർ എവ്രി യു ബിലോങ്സ് ടു വി എന്തായിരിക്കണം? ദർ എക്സിസ്റ്റ് ആൻ എലമെന്റ് 1 അല്ലെ? ഒരു എലമെന്റ് ഉണ്ടാകണം. എലമെന്റിനെ ഞാൻ 1 എന്ന് റെപ്രസെന്റ് ചെയ്യാണ്, 1 എന്ന് വിളിക്കാണ്. സച്ച് ദാറ്റ് എന്താണ്? യു ടൈംസ് 1 is equal to 1 times u is equal to u അല്ലെ? ആ എലമെന്റിനെയും യുവിനെയും കൂടെ ഓപ്പറേറ്റ് ചെയ്താൽ എനിക്ക് യു തന്നെ കിട്ടണം. ക്ലിയർ ആയ? അതാണ് മൾട്ടിപ്ലിക്കേറ്റീവ് ഐഡന്റിറ്റി. ഓക്കെ, ഇനി അടുത്ത എന്താണ്? ഡിസ്ട്രിബ്യൂട്ടീവ് പ്രോപ്പർട്ടി. സോ ലാസ്റ്റ് വൺ എന്ന് പറയുന്നത് ഡിസ്ട്രിബ്യൂട്ടീവ് പ്രോപ്പർട്ടി. എന്താണ് ഡിസ്ട്രിബ്യൂട്ടീവ് പ്രോപ്പർട്ടി പറയുന്നത്? ഞാൻ 2 എലമെന്റ്സ് യുവും വിയും എടുക്കാണ് എന്റെ സെറ്റിൽ നിന്ന്. 2 എലമെന്റ്സ് ഞാൻ എന്താണ്? ഫീൽഡിൽ നിന്ന് എടുക്കാണ്. അതായത് എന്താണ്? അതൊന്നെങ്കിൽ ഒരു റിയൽ നമ്പർ ആകാം, അല്ലെങ്കിൽ അതൊരു കോംപ്ലക്സ് നമ്പർ ആകാം. ഓക്കെ, ഫസ്റ്റ് പ്രോപ്പർട്ടി പറയുന്നത് എന്താന്ന് പറഞ്ഞാല് എ ടൈംസ് യു പ്ലസ് വി ഈസ് ഈക്വൽ ടു എ ടൈംസ് യു പ്ലസ് എ ടൈംസ് വി. ഓക്കെ, ആൻഡ് എ പ്ലസ് ബി ടൈംസ് യു എന്ന് പറയുന്നത് എന്തിന് ഈക്വൽ ആയിരിക്കും? എ ടൈംസ് യു പ്ലസ് ബി ടൈംസ് യു. നമ്മൾ കുഞ്ഞു ക്ലാസ്സിലെ പഠിച്ചിട്ടുള്ള ഡിസ്ട്രിബ്യൂട്ടീവ് ലോ തന്നെയാണ്. ഇവിടെ എന്താണ്? എലമെന്റ്സ് എന്ന് പറയുന്നത് റിയൽ നമ്പേഴ്സും ഒന്ന് സെറ്റിലുള്ള എലമെന്റ്സും ആണ്, അത്രയേ ഉള്ളൂ. ഓക്കെ, ഇവിടെ വരുന്നത് മൾട്ടിപ്ലിക്കേഷൻ ആണ്, ഉള്ളിൽ വരുന്നത് അഡിഷൻ ആണ്. അപ്പോ എന്താണ് വെക്ടർ സ്പേസ് എന്ന് പറഞ്ഞാല്? വെക്ടർ സ്പേസ് എന്ന് പറഞ്ഞാൽ ഒരു സെറ്റ് ഉണ്ടാകും, അതിന്റെ കൂടെ 2 ഓപ്പറേഷൻസ് ഉണ്ടാകും, അഡിഷനും സ്കെയിലർ മൾട്ടിപ്ലിക്കേഷനും. ആ സെറ്റിലുള്ള എലമെന്റ്സ് കുറച്ച് പ്രോപ്പർട്ടീസ് ഫോളോ ചെയ്യണം. ഏതൊക്കെയാണ്? കമ്മ്യൂട്ടേറ്റിവിറ്റി. കമ്മ്യൂട്ടേറ്റിവിറ്റി എന്ന് പറഞ്ഞാൽ എന്താണ്? 2 എലമെന്റ്സ് ഞാൻ സെറ്റിൽ നിന്ന് എടുത്തു കഴിഞ്ഞാല് അല്ലെ, യുവും വിയും സെറ്റിൽ നിന്ന് എടുത്തു കഴിഞ്ഞാൽ യു പ്ലസ് വിയും വി പ്ലസ് യുവും ഈക്വൽ ആയിരിക്കണം. ഇനി അസോസിയേറ്റീവ് പ്രോപ്പർട്ടി ഹോൾഡ് ചെയ്യണം എന്ന് പറഞ്ഞാൽ എന്താ? 3 എലമെന്റ്സ് ഞാൻ എടുത്തു കഴിഞ്ഞാല് യു പ്ലസ് വി പ്ലസ് ഡബ്ല്യു എന്ന് പറയുന്നത് എന്തിന് ഈക്വൽ ആയിരിക്കണം? യു പ്ലസ് വി പ്ലസ് ഡബ്ല്യുവിന് ഈക്വൽ ആയിരിക്കണം. ഇനി മൾട്ടിപ്ലിക്കേഷന്റെ കേസിലാണെങ്കിലോ എ ബി ടൈംസ് വി എന്ന് പറയുന്നത് എന്തിന് ഈക്വൽ ആയിരിക്കണം? എ ടൈംസ് ബി വിക്ക് ഈക്വൽ ആയിരിക്കണം. ഓക്കെ, പിന്നെ എന്താണ്? അഡിറ്റീവ് ഐഡന്റിറ്റി എക്സിസ്റ്റ് ചെയ്യണം. അപ്പൊ എന്താണ് അഡിറ്റീവ് ഐഡന്റിറ്റി? ഏത് എലമെന്റ് കൊണ്ടാണോ എന്റെ സെറ്റിലുള്ള എലമെന്റിനെ ആഡ് ചെയ്യുന്നത്, ആ എലമെന്റ് കൊണ്ട് ഓപ്പറേറ്റ് ചെയ്യുമ്പോൾ എനിക്ക് സെയിം എലമെന്റ്, അതായത് സെയിം യു തന്നെ കിട്ടണം. സോ യു പ്ലസ് 0 ചെയ്യുമ്പോൾ നമുക്ക് എന്താണ്? യു തന്നെയാണ് കിട്ടുന്നത്. സോ 0 ഈസ് ദ അഡിറ്റീവ് ഐഡന്റിറ്റി. ദെൻ അഡിറ്റീവ് ഇൻവേഴ്സ് എന്താണ്? അഡിറ്റീവ് ഇൻവേഴ്സ് എന്ന് പറയുമ്പോൾ എന്താണ്? ഏതൊരു എലമെന്റ് കൊണ്ടാണോ എന്റെ സെറ്റിലുള്ള എലമെന്റിനെ ആഡ് ചെയ്യുന്നത്, ആ ആഡ് ചെയ്യുമ്പോൾ എനിക്ക് 0 കിട്ടുക. ഓക്കെ, ആ 0 കിട്ടുന്ന എലമെന്റ് ഏതാണോ, സോ ദാറ്റ് എലമെന്റ് ഇസ് അഡിറ്റീവ് ഇൻവേഴ്സ്. സോ ഇവിടെ ഡബ്ല്യു എന്ന് പറയുന്ന ഞാൻ ഒരു എലമെന്റിനെ ചൂസ് ചെയ്തു. സച്ച് ദാറ്റ് യു എന്ന് പറയുന്ന എലമെന്റ് ഡബ്ല്യു എന്ന് പറയുന്ന എലമെന്റും ആഡ് ചെയ്യുന്ന സമയത്ത് എനിക്ക് എന്താണ്? അഡിറ്റീവ് ഐഡന്റിറ്റി ആണ് കിട്ടുന്നത്. യുവും ഡബ്ല്യുവും കൂടെ ഓപ്പറേറ്റ് ചെയ്യുമ്പോൾ
0 കിട്ടുന്നുണ്ട്. സോ W ഇസ് ദ അഡിറ്റീവ് ഇൻവേഴ്സ്. ഇനി അടുത്ത എന്താണ് മൾട്ടിപ്ലിക്കേറ്റീവ് ഐഡന്റിറ്റി? മൾട്ടിപ്ലിക്കേറ്റീവ് ഐഡന്റിറ്റി എന്ന് പറഞ്ഞാൽ എന്താണ്? ഏതൊരു യു എടുത്തു കഴിഞ്ഞാലും അതേ മൾട്ടിപ്ലൈഡ് ബൈ ഒരു എലമെന്റ് ഈസ് ഈക്വൽ ടു ആ സെയിം യു തന്നെ കിട്ടും. അപ്പൊ ഇവിടുത്തെ ആ ഒരു എലമെന്റ് എന്ന് പറയുന്നത് ഏതാണ്? 1 ആണ്. സോ യു ടൈംസ് 1 ഇസ് ഈക്വൽ ടു 1 ടൈംസ് യു ഇസ് ഈക്വൽ ടു യു അല്ലെ? ഇനി അടുത്ത ഡിസ്ട്രിബ്യൂട്ടീവ് പ്രോപ്പർട്ടി എന്ന് പറഞ്ഞാൽ എന്താണ്? ഏതൊരു യുവും വി എടുത്തു കഴിഞ്ഞാലും ഏതൊരു എയും ബിയും എടുത്തു കഴിഞ്ഞാലും നമുക്ക് എന്ത് കിട്ടണം? എ ടൈംസ് യു പ്ലസ് വി എന്ന് പറയുന്നത് എ ടൈംസ് യു പ്ലസ് എ ടൈംസ് ബി ആയിരിക്കണം. എ പ്ലസ് ബി ടൈംസ് യു എന്ന് പറയുന്നത് എ ടൈംസ് യു പ്ലസ് ബി ടൈംസ് യു ആയിരിക്കും. ഓക്കെ, നമുക്കിനി ഒരു എക്സാമ്പിൾ നോക്കി നോക്കാം. ഞാന് വി എന്ന് പറയുന്ന സെറ്റ് 6 എടുക്കാണ്. ഓക്കെ, റിയൽ നമ്പേഴ്സിന്റെ സെറ്റ് എടുക്കാണ് വി എന്ന് പറയുന്നത്. എന്റെ ഫീൽഡ് എന്ന് പറയുന്നത് അല്ലെങ്കിൽ ഞാൻ സ്കെയിലാസ് എടുക്കുന്നത് എവിടെ നിന്നാണ്? റിയൽ നമ്പേഴ്സിന്റെ സെറ്റിൽ നിന്നാണ്. അഡിഷനും മൾട്ടിപ്ലിക്കേഷനും സ്കെയിലാർ മൾട്ടിപ്ലിക്കേഷനും ആണ് ഇവിടെ ഡിഫൈൻ ചെയ്തിട്ടുള്ളത്. അപ്പൊ ഓരോന്നോരോന്നായിട്ട് നോക്കാം. ആദ്യം എന്താണ്? കമ്മ്യൂട്ടേറ്റീവ് അല്ലെ? ഏതൊരു 2 റിയൽ നമ്പർ എടുത്തു കഴിഞ്ഞാലും നമുക്ക് എന്ത് കിട്ടും? സോ ഞാൻ 2 റിയൽ നമ്പേഴ്സ് എടുക്കാണ്, 1/2 ഒരു 3. ഓക്കെ, ഏത് 2 റിയൽ നമ്പേഴ്സ് എടുത്താലും 1/2 പ്ലസ് 3 എന്ന് പറയുന്നത് എന്തിന് ഈക്വൽ ആണ്? 3 പ്ലസ് 1/2 ഈക്വൽ ആണ് അല്ലെ? ഇങ്ങനെ ഏത് 2 റിയൽ നമ്പർ എടുത്താലും ഇത് സാറ്റിസ്ഫൈ ചെയ്യില്ലേ? സോ ഏത് റിയൽ നമ്പർ എടുത്തു കഴിഞ്ഞാലും അത് കമ്മ്യൂട്ട് ചെയ്യും അല്ലെ? കമ്മ്യൂട്ടേറ്റിവിറ്റി പ്രോപ്പർട്ടി അവിടെ ഹോൾഡ് ചെയ്യുന്നു. ക്ലിയർ ആയോ? ഇനി അടുത്തത് അസോസിയേറ്റിവിറ്റി. അസോസിയേറ്റിവിറ്റി എന്താണ്? ഫസ്റ്റ് വൺ അഡീഷനിൽ നോക്കാം. ഏതെങ്കിലും 3 റിയൽ നമ്പേഴ്സ്, അതായത് ഏതെങ്കിലും ഒരു 3 റിയൽ നമ്പർ എടുത്ത് നോക്കി, 1/3, 2 and 1. സോ 1/3 പ്ലസ് 2 പ്ലസ് 1 എന്ന് പറയുന്നത് എന്താണ്? 1/3 പ്ലസ് 3 ദിസ് ഇസ് ഈക്വൽ ടു 10/3 അല്ലെ? ഇനി ഇതുപോലെ തന്നെ 1/3 പ്ലസ് 2 പ്ലസ് 1 എന്താ വരിക? 6/3 പ്ലസ് 1 അല്ലെ? 6 ആണോ? എന്താ വ്യത്യാസം വന്നത്? 1/3 പ്ലസ്, സോ ദിസ് ഇസ് 3, ദിസ് ഇസ് 10/3, 1/3 പ്ലസ് 2, ഓക്കെ 7 ആണ് അല്ലെ? 7/3 പ്ലസ് 1, സോ ദിസ് ഇസ് ഈക്വൽ ടു 10/3. രണ്ടും സെയിം തന്നെ അല്ലേ? ഇതിപ്പോ എക്സാമ്പിൾ എടുത്തിട്ട് നമുക്കിത് തെളിയിക്കാൻ പറ്റില്ല അല്ലെ? ഏതെങ്കിലും ഒരെണ്ണം പറ്റുന്നുണ്ടോ ഇല്ല, അല്ലെങ്കിൽ ചിലപ്പോൾ ചില ആൾക്കാരിൽ പറ്റാതെ വരാം. ഓക്കെ, അതവിടെ നിൽക്കട്ടെ. ഇവിടെ എന്താണ്? ഏത് 3 എലമെന്റ് എടുത്തു കഴിഞ്ഞാലും നമുക്ക് എന്ത് പറ്റുന്നുണ്ടാവും? ഈ അസോസിയേറ്റീവ് പ്രോപ്പർട്ടി ഹോൾഡ് ചെയ്യുന്നുണ്ടാവും അല്ലെ? ഈ പ്രോപ്പർട്ടി ഇവിടെ ഹോൾഡ് ചെയ്യുന്നുണ്ട്. ഇനി അടുത്ത് ഇതുപോലെ തന്നെ എന്താണ്? ഏത് 2 സ്കെയിലാസ് എടുത്തു കഴിഞ്ഞാലും ഏത് 2 എയും ബിയും നമ്മുടെ ഫീൽഡിൽ നിന്ന് എടുത്തു കഴിഞ്ഞാലും ഇതുപോലെ തന്നെയാണ്. അപ്പൊ ഞാനിവിടെ ഫീൽഡ് ആയിട്ട് എടുത്തത് ഏതായിരുന്നു? ഫീൽഡ് എന്ന് പറയുന്നത് 6 ആണ് അല്ലെ? റിയൽ നമ്പേഴ്സിന്റെ സെറ്റ് ആണ് ഞാൻ ഇവിടെ ഫീൽഡ് ആയിട്ട് എടുത്തിട്ടുള്ളത്. അപ്പൊ എയും ബി എന്ന് പറയുന്നത് എവിടെ നിന്ന് എടുക്കണം? എന്റെ ഫീൽഡിൽ നിന്ന് എടുക്കണം. ഞാൻ എന്താണ് ഒരു √2ഉം √3 എടുക്കാം. ഓക്കെ, ഇനി അടുത്ത് എന്താണ്? വി എന്ന് പറയുന്ന സെറ്റ്, ഞാൻ വി എന്ന് പറയുന്ന എലമെന്റ് 1 എടുക്കാം, കുഴപ്പമില്ലല്ലോ അല്ലെ? ഇനി ഞാൻ നോക്കുകയാണ് എ പ്ലസ് ബി ടൈംസ് ബി എന്ന് പറയുന്നത് എ ബി ടൈംസ് ബി ബി ആണോ എന്ന് നോക്കുകയാണ്. സോ നോക്കിയേ, √2 പ്ലസ് √3 ടൈംസ് 1 എന്ത് വരും? √2 ടൈംസ് 1 പ്ലസ് √3 ടൈംസ് 1 എന്താ? നോക്കുമ്പോ നമുക്ക് മനസ്സിലാവും, ദിസ് ഇസ് √2 പ്ലസ് √3, ഇതും √2 പ്ലസ് √3 ആണ്. ഓക്കെ, എന്താണ്? ഏതൊരു 2 റിയൽ നമ്പേഴ്സ് എടുത്തു കഴിഞ്ഞാലും ഈ പ്രോപ്പർട്ടിയും സാറ്റിസ്ഫൈ ചെയ്യുന്നു. സോ അസോസിയേറ്റീവ് പ്രോപ്പർട്ടിയും ഹോൾഡ് ചെയ്യുന്നു എന്ന് നമുക്ക് പറയാം. ഓക്കെ, ഇനി അടുത്തത് അഡിറ്റീവ് ഐഡന്റിറ്റി ആണ് നോക്കാൻ പോകുന്നത്. അഡിറ്റീവ് ഐഡന്റിറ്റി എന്താണ് പറയുന്നത്? ഏതൊരു എലമെന്റ് യു എടുത്തു കഴിഞ്ഞാലും ഒരു 0 എലമെന്റ് ഉണ്ടാകണം, സച്ച് ദാറ്റ് അതുമായിട്ട് ഓപ്പറേറ്റ് ചെയ്യുമ്പോൾ സെയിം എലമെന്റ് യു തന്നെ കിട്ടുക അല്ലെ? ഇപ്പൊ ഞാൻ ഏതൊരു റിയൽ നമ്പർ എടുക്കുകയാണ്, -1/2, അതിനെ 0 ആയിട്ട് ഓപ്പറേറ്റ് ചെയ്താൽ -1/2 തന്നെയാണ് കിട്ടുക, ആ സെയിം യു തന്നെയാണ് കിട്ടുക അല്ലെ? സോ അഡിറ്റീവ് ഐഡന്റിറ്റി അവിടെ എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട്. ആ അഡിറ്റീവ് ഐഡന്റിറ്റി എന്ന് പറഞ്ഞാൽ ആരാണ്? നമ്മുടെ 0 എന്ന് പറയുന്ന നമ്പറാണ്. ഇനി അടുത്തത് അഡിറ്റീവ് ഇൻവേഴ്സ് എന്താണെന്ന് നോക്കാം. അഡിറ്റീവ് ഇൻവേഴ്സ് എന്ന് പറയുമ്പോൾ എന്താണ്? ഞാൻ ഒരു എലമെന്റ് എടുക്കാണ്, ഏതാ? √2 അല്ലെങ്കിൽ √3. ഓക്കെ,
√3 എന്ന് പറയുന്ന എലമെന്റ് പ്ലസ് ഈ എലമെന്റ് ചെയ്യുമ്പോൾ എനിക്ക് എന്ത് കിട്ടണം? അഡിറ്റീവ് ഐഡന്റിറ്റി കിട്ടണം, 0 കിട്ടണം. ഏതാണ് ആ എലമെന്റ്? -√3. സോ ഏതൊരു എലമെന്റ് എടുത്തു കഴിഞ്ഞാലും, ഏതൊരു റിയൽ നമ്പർ എടുത്തു കഴിഞ്ഞാലും മറ്റൊരു റിയൽ നമ്പർ അവിടെ എക്സിസ്റ്റ് ചെയ്യും സച്ച് ദാറ്റ് അത് തമ്മിൽ ആഡ് ചെയ്താൽ 0 കിട്ടാം. അതായത് ഏതൊരു റിയൽ നമ്പർ എ എടുത്തു കഴിഞ്ഞാലും മൈനസ് എ എടുത്താൽ മതി അല്ലെ? സോ എ പ്ലസ് മൈനസ് എ എന്ന് പറയുന്നത് എന്ത് തന്നെയാണ്? 0 ആണ്. ക്ലിയർ ആയോ? അപ്പൊ അവിടെ അഡിറ്റീവ് ഇൻവേഴ്സ് എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട്. അപ്പൊ അഡിറ്റീവ് ഐഡന്റിറ്റി ആയി, അഡിറ്റീവ് ഇൻവേഴ്സ് ആയി, പിന്നെ ഏതാ? കമ്മ്യൂട്ടേറ്റിവിറ്റി സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ട്, അസോസിയേറ്റീവ് പ്രോപ്പർട്ടിയും സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ട്. ഇനി അടുത്ത മൾട്ടിപ്ലിക്കേറ്റീവ് ഐഡന്റിറ്റി. മൾട്ടിപ്ലിക്കേറ്റീവ് ഐഡന്റിറ്റി നോക്കി, ഞാനൊരു ഏതൊരു എലമെന്റ് യു എടുക്കാണ്. അത് ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ 1/√2 എടുക്കാണ് അല്ലെ? 1/√2 ടൈംസ് 1 എന്താണ്? 1/√2 തന്നെയാണ് അല്ലെ? 1 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുന്ന സമയത്ത് അതേ എലമെന്റ് തന്നെയാണ് കിട്ടുന്നത്. സോ അവിടെ എന്താണ്? മൾട്ടിപ്ലിക്കേറ്റീവ് ഐഡന്റിറ്റി ആയിട്ട് ആക്ട് ചെയ്യുന്നത് ആരാണ്? 1 ആണ് അല്ലെ? So this is the multiplicative identity for R. Multiplicative identity exist ചെയ്യുന്നു. സെയിം ആയിട്ട് നമുക്ക് ഡിസ്ട്രിബ്യൂട്ടീവ് പ്രോപ്പർട്ടിയും നോക്കാം. എങ്ങനെയാണ്? ഏതൊരു എലമെന്റും എടുക്കാം. ഒരു എ എന്ന് പറയുന്ന എലമെന്റ് ഞാൻ 1/2 എടുക്കാം. ഓക്കെ, യു എന്ന് പറയുന്ന എലമെന്റ് ഞാൻ 2 എടുക്കാണ്. വി എന്ന് പറയുന്ന എലമെന്റ് ഞാൻ -2 എടുക്കാം. അപ്പൊ ഇതെന്താ പറയുക? എ ടൈംസ് യു പ്ലസ് വി എന്ന് പറയുന്നത് എന്താണ്? 1/2 ടൈംസ് 2 പ്ലസ് -2 which is 0 അല്ലെ? ഇനി അടുത്ത എ ടൈംസ് യു പ്ലസ് എ ടൈംസ് വി എന്ത് വരും? 1/2 ടൈംസ് 2 പ്ലസ് 1/2 ടൈംസ് -2. ഇതും 0 ആണ് അല്ലെ? ഇനി അതുപോലെ തന്നെ രണ്ടാമത്തെ പ്രോപ്പർട്ടിയും നമുക്ക് നോക്കാം. എങ്ങനെയാണ്? എ പ്ലസ് ബി ടൈംസ് യു അല്ലെ? ഇപ്പൊ ഞാനിവിടെ ബി ആയിട്ടൊരു 1/2 തന്നെ എടുക്കാം, -1/2 എടുക്കാം. സോ 1/2 പ്ലസ് -1/2 ടൈംസ് 2 എന്ത് വരും? യു ഇവിടെ 2 ആണ് എടുത്തിട്ടുള്ളത്. This is equal to 0 times u to 0 അല്ലെ? au plus bu എന്ന് പറയുന്നത് എന്ത് വരും? 1/2 times 2 plus -1/2 times 2 എന്ത് വരും? 1 plus -1 അതും 0. ഓക്കെ, സോ ഇവിടെ എന്താണ്? ഡിസ്ട്രിബ്യൂട്ടീവ് പ്രോപ്പർട്ടിയും ഹോൾഡ് ചെയ്യുന്നുണ്ട്. അപ്പൊ ഞാനിപ്പോ എടുത്തത് ആരെയൊക്കെയാണെന്നൊന്ന് ആലോചിച്ച് നോക്കിയേ. റിയൽ നമ്പേഴ്സിന്റെ സെറ്റ് ആണ് എടുത്തിട്ടുള്ളത്. ഫീൽഡ് എന്ന് പറയുന്നത് സ്കെയിലാർസ് ഞാൻ എടുത്തിട്ടുള്ളതും റിയൽ നമ്പേഴ്സിൽ നിന്നാണ്. പിന്നെ എന്താണ്? ഓപ്പറേഷൻസ് ഞാൻ യൂസ് ചെയ്തിട്ടുള്ളത് അഡിഷനും മൾട്ടിപ്ലിക്കേഷൻ ആണ്. അങ്ങനെയാണെങ്കിൽ ഈ ആർ എന്ന് പറയുന്നത് എന്താണ്? ആർ ഇസ് എ വെക്ടർ സ്പേസ്. ഇതൊരു വെക്ടർ സ്പേസ് ആണ്. ഏത് ഫീൽഡില്? ഓവർ ദ ഫീൽഡ് ആർ. ആർ എന്ന് പറയുന്ന ഫീൽഡില് ആർ ഒരു വെക്ടർ സ്പേസ് ആണ്. ഇതിനെ നമുക്ക് ഇങ്ങനെയും ഡിനോട്ട് ചെയ്യാം. ആർ ഓവർ ആർ ഇസ് എ വെക്ടർ സ്പേസ്. ഓക്കെ, നമ്മൾ വെക്ടർ സ്പേസ് ആകുന്ന ഒരാളെ പറഞ്ഞു. ഇനി എങ്ങനെയാണ് വെക്ടർ സ്പേസ് അല്ലാത്ത ഒരാളെ നോക്കാം? നോക്കിയപ്പോ ഞാൻ സെറ്റ് ഓഫ് ഓൾ നാച്ചുറൽ നമ്പേഴ്സ് എടുക്കാണ്. എന്താണ്? 1, 2, 3, 4 എക്സെട്ര. ഓക്കെ, ഇത് ഒരു വെക്ടർ സ്പേസ് ഫോം ചെയ്യോ? അതായത് n പ്ലസ് സ്കെയിലാർ മൾട്ടിപ്ലിക്കേഷൻ ഉണ്ട്. ഓക്കെ, ഇത് ഏത് സെറ്റ്, ഏത് ഫീൽഡ്? ഞാൻ 6 തന്നെയാണ് എടുക്കുന്നതെന്ന് വിചാരിക്കാം. ഇത് എന്താണ്? ഈ സെറ്റ് വെക്ടർ സ്പേസ്. ഇതൊരു വെക്ടർ സ്പേസ് ആണോ എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. ആണോ? നമുക്ക് ഏതെങ്കിലും ഒരു പ്രോപ്പർട്ടി ഇവിടെ സാറ്റിസ്ഫൈ ചെയ്യുന്നില്ല എന്ന് പറഞ്ഞാൽ മതി അല്ലെ? ഞാൻ ഇവിടെ എടുക്കുന്നത് അഡിറ്റീവ് ഇൻവേഴ്സ് ആണ്. ഓക്കെ, ഞാൻ ഇതൊന്ന് 2 എന്നുള്ള ഒരു എലമെന്റ് എടുക്കാം. 2 പ്ലസ് സംതിങ് എന്ന് പറയുന്നത് ഓക്കെ. ഞാൻ ഇവിടെ എടുക്കുന്നത് അഡിറ്റീവ് ഐഡന്റിറ്റി എടുക്കാം നമുക്ക് അല്ലെ? ഇതാവും കുറച്ചും കൂടെ. അഡിറ്റീവ് ഐഡന്റിറ്റി എടുക്കാം. അപ്പൊ എന്താണ്? 1 പ്ലസ് സംതിങ് എന്ന് പറയുന്നത് എനിക്ക് 1 തന്നെ വരണം. ഇതിന്റെ അകത്തു നിന്നും 1 പ്ലസ് സംതിങ് എന്ന് പറയുന്നത് 1 തന്നെ വരണം. അപ്പൊ എന്താണ്? 1 പ്ലസ് 0 ആണ് 1 എന്ന് പറയുന്നത് അല്ലെ? പക്ഷെ 0 എന്ന് പറയുന്നത് എന്തിലില്ല? എന്റെ സെറ്റിലില്ല. ആണോ? അതുകൊണ്ട് എനിക്ക് എന്ത് പറയാം? ഇതൊരു വെക്ടർ സ്പേസ് ഫോം ചെയ്യുന്നില്ല. സോ ദിസ് ഇസ് നോട്ട് എ വെക്ടർ സ്പേസ്. മനസ്സിലായോ? നാച്ചുറൽ നമ്പേഴ്സിന്റെ സെറ്റ് ഓവർ റിയൽ നമ്പർ എന്താവില്ല? ഒരിക്കലും ഒരു വെക്ടർ സ്പേസ് ഫോം ചെയ്യും. ക്ലിയർ ആയോ? അപ്പൊ വെക്ടർ സ്പേസ് ഫോം ചെയ്യില്ല എന്ന് നമ്മൾ എങ്ങനെയാണ് കണ്ടുപിടിച്ചത്? ഒരു കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്നില്ല അല്ലെ? ഇതിൽ ഒരാൾ എന്താണ്? അഡിറ്റീവ് ഐഡന്റിറ്റി പറ്റുന്നില്ല. ഇനി ഒന്ന് അഡിറ്റീവ് ഇൻവേഴ്സ്. സപ്പോസ് ആയിട്ട് ഇവിടെ 0 എലമെന്റ് ഉണ്ടെന്ന് തന്നെ വിചാരിക്കാം. ഓക്കെ, 0 ഉണ്ടെന്നുണ്ടെങ്കിലും 2 എടുത്തു കഴിഞ്ഞാൽ -2 വെച്ച് ആഡ് ചെയ്ത് കഴിഞ്ഞാലേ നമുക്ക് എന്ത് വരുള്ളൂ? 0 വരുള്ളൂ അല്ലെ? -2 ഇവിടെ ഉണ്ടോ? ഇല്ല. അതായത് ഒരു പ്രോപ്പർട്ടി ഇവിടെ സാറ്റിസ്ഫൈ ചെയ്യുന്നില്ല അല്ലെ?
ഒരു പ്രോപ്പർട്ടി അല്ല, ഇവിടെ ഇപ്പൊ എന്താണ് അഡിറ്റീവ് ഐഡന്റിറ്റിയും അഡിറ്റീവ് ഇൻവേഴ്സും നമ്മൾ എന്ത് ചെയ്തു, സാറ്റിസ്ഫൈ ചെയ്യുന്നില്ല എന്ന് പറഞ്ഞു. ഇങ്ങനെ നമുക്ക് ബാക്കിയുള്ള പ്രോപ്പർട്ടീസ് ഒക്കെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ക്രോസ് ചെക്ക് ചെയ്തിട്ട് ഏതൊക്കെയാണ് സാറ്റിസ്ഫൈ ചെയ്യുന്നത് സാറ്റിസ്ഫൈ ചെയ്യാത്തതെന്ന് മനസ്സിലാക്കാൻ പറ്റും. ഓക്കെ, അതിന്റെ ആവശ്യമില്ല. ഏതെങ്കിലും ഒന്ന് ചെയ്യുന്നില്ല എന്നുണ്ടെങ്കിൽ അത് എന്തല്ല, വെക്ടർ സ്പേസ് അല്ല. ഒരു വെക്ടർ സ്പേസ് ആണ് ഞാൻ എടുക്കുന്നതെന്നുണ്ടെങ്കിൽ അത് എന്തായിരിക്കും, ആ പറഞ്ഞിട്ടുള്ള 6 പ്രോപ്പർട്ടി മൊത്തവും സാറ്റിസ്ഫൈ ചെയ്തിട്ടുണ്ടാവും. ഓക്കെ, ഏതൊക്കെയാണ് ആ പ്രോപ്പർട്ടീസ്? കമ്മ്യൂട്ടേറ്റിവിറ്റി അല്ലെ, അസോസിയേറ്റിവിറ്റി, ദെൻ അഡിറ്റീവ് ഐഡന്റിറ്റി ആണോ, അഡിറ്റീവ് ഇൻവേഴ്സ്, മൾട്ടിപ്ലിക്കേറ്റീവ് ഐഡന്റിറ്റി, ഡിസ്ട്രിബ്യൂട്ടീവ് പ്രോപ്പർട്ടി. ഓക്കെ, ക്ലിയർ ആയെന്ന് വിശ്വസിക്കുകയാണ്. ഇനി അടുത്ത എന്താണ്, ഒരു കാര്യം കൂടെ പറയാണ്, സ്കെയിലാർ മൾട്ടിപ്ലിക്കേഷൻ. സോ the scalar multiplication in a vector space depends on F. അതായത് ഞാൻ ഏത് ഫീൽഡിൽ നിന്നാണ് എലമെന്റ്സ് എടുക്കുന്നത് അതിനെ ഡിപ്പെൻഡ് ചെയ്യും സ്കെയിലാർ മൾട്ടിപ്ലിക്കേഷൻ. അപ്പൊ നമ്മൾ നേരത്തെ പറഞ്ഞപ്പോ R എന്ന് പറയുന്നത് ഒരു വെക്ടർ സ്പേസ് ആണ് ഓവർ ദ ഫീൽഡ് പറഞ്ഞു അല്ലെ, ഓവർ ദ ഫീൽഡ് R അല്ലെ. R എന്ന് പറയുന്നത് ആറിൽ ഒരു വെക്ടർ സ്പേസ് ആണ്. പക്ഷെ സപ്പോസ് ഞാൻ ഇവിടെ എന്റെ ഫീൽഡ് ആയിട്ട് എടുക്കുന്നത് കോംപ്ലക്സ് നമ്പേഴ്സ് ആണെന്ന് വെക്കട്ടെ. എന്റെ ഫീൽഡ് എന്താണ്, കോംപ്ലക്സ് ആണ്, കോംപ്ലക്സ് നമ്പർ ആണ്. അങ്ങനെയാണെങ്കിൽ ഞാൻ സ്കെയിലാർ മൾട്ടിപ്ലിക്കേഷൻ എടുക്കുകയാണ്. അപ്പൊ ആദ്യമേ പറഞ്ഞിട്ടുണ്ട് 2 ഓപ്പറേഷൻസ് അവിടെ ഡിഫൈൻഡ് ആയിരിക്കണം, ഒന്ന് അഡിഷനും മറ്റത് സ്കെയിലാർ മൾട്ടിപ്ലിക്കേഷൻ. അപ്പൊ ഇവിടെ ഞാൻ എന്താണ്, ആൽഫ സ്കെയിലാർ മൾട്ടിപ്ലിക്കേഷൻ എന്താണ്, ഏതൊരു വി എടുത്തു കഴിഞ്ഞാലും എന്റെ സെറ്റിൽ നിന്ന്, അപ്പൊ എന്റെ സെറ്റ് ഇവിടെ 6 ആണ്, എടുത്തു കഴിഞ്ഞാലും എന്താണ്, ആൽഫ ടൈംസ് വിയും എന്റെ സെറ്റിൽ ഉണ്ടാകണം. ആൽഫ എന്ന് പറഞ്ഞാൽ എന്താണ്, ഫീൽഡിലെ എലമെന്റ്, സ്കെയിലാർ ആണ് അല്ലെ. അപ്പൊ ഞാൻ ഇവിടെ സ്കെയിലാസ് എടുക്കുന്നത് കോംപ്ലക്സ് നമ്പർ എന്നാണ്. അപ്പൊ ഞാൻ ആൽഫ ഐ ആയിട്ട് എടുക്കും, കുഴപ്പമില്ലല്ലോ. ഇനി അടുത്ത ബി എന്ന് പറയുന്നത് എന്താണ്, എന്റെ റിയൽ നമ്പറിലുള്ള ഒരാളാണ്. സോ റിയൽ നമ്പറിലുള്ള ഒരു 2 എന്ന് പറയുന്ന നമ്പർ ഞാൻ എടുക്കും. അപ്പൊ എന്താണ്, R/C. ഇനി ആൽഫ ടൈംസ് ബി എന്താ വരാ, I ടൈംസ് 2, ദാറ്റ് ഇസ് 2i. 2i എന്ന് പറയുന്നത് ആറിലെ എലമെന്റ് ആണോ, അല്ല അല്ലെ, 2i ആറിലില്ല. അപ്പൊ എന്താണ്, സ്കെയിലാർ മൾട്ടിപ്ലിക്കേഷൻ അവിടെ സാറ്റിസ്ഫൈ ചെയ്യുന്നില്ല അല്ലെ, അവിടെ ഡിഫൈൻ ചെയ്യാൻ പറ്റുന്നില്ല അല്ലെ. അപ്പൊ നമുക്ക് എന്ത് പറയാം, R/R ഒരു എന്താണ്, വെക്ടർ സ്പേസ് ആണ്. പക്ഷേ ഞാൻ ആ ഫീൽഡ് മാറ്റിയിട്ട് അതിന് എന്താണ്, കോംപ്ലക്സ് നമ്പർ ആക്കിയപ്പോ എന്താണ്, അതൊരു വെക്ടർ സ്പേസ് ആകുന്നില്ല. ക്ലിയർ ആയോ? സോ എപ്പോഴും സ്കെയിലാർ മൾട്ടിപ്ലിക്കേഷൻ എന്താണ്, എന്തിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും, നമ്മുടെ ഫീൽഡിനെ ഡിപ്പെൻഡ് ചെയ്തിട്ടുണ്ടാവും. ഓക്കെ, ഇനി അടുത്തത് എന്താണ്, ഞാൻ എടുക്കുന്ന സ്കെയിലാർ എന്ന് പറയുന്നത് റിയൽ നമ്പേഴ്സ് ആണെങ്കിൽ അതിനെ ഞാൻ റിയൽ വെക്ടർ സ്പേസ് എന്ന് വിളിക്കും. ഓക്കെ, ഇനി കോംപ്ലക്സ് നമ്പേഴ്സിന്റെ ഫീൽഡാണ് ഞാൻ എടുക്കുന്നതെന്നുണ്ടെങ്കിൽ അതിനെ ഞാൻ എന്താ വിളിക്കാം, കോംപ്ലക്സ് വെക്ടർ സ്പേസ് എന്ന് വിളിക്കും. ഓക്കെ, ഇനി ഞാൻ പറഞ്ഞു ഒരു സെറ്റിൽ നിന്നാണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്തത് അല്ലെ. വെക്ടർ സ്പേസ് പറഞ്ഞപ്പോ ഒരു സെറ്റ് ടുഗെദർ വിത്ത് 2 ഓപ്പറേഷൻ എന്നാണ് പറഞ്ഞത്. ഈ സെറ്റിലുള്ള എലമെന്റ്സിനെ ഞാൻ എന്താണ് വിളിക്കുക, വെക്ടേഴ്സ് എന്നാണ്. ഓക്കെ, ഈ വെക്ടർ സ്പേസിലെ സെറ്റിലുള്ള എലമെന്റ്സിനെ ഞാൻ എന്താ വിളിക്കുക, വെക്ടേഴ്സ് എന്നാണ് വിളിക്കുക. അല്ലെങ്കിൽ വെക്ടർ സ്പേസിലെ എലമെന്റ്സിനെ ഞാൻ എന്താണ് വിളിക്കുക, വെക്ടേഴ്സ് എന്നാണ് വിളിക്കുക. ഓക്കെ, അപ്പൊ എന്തൊക്കെയാണ് പറഞ്ഞതെന്ന് ഒന്ന് ഓടിച്ചൊന്നും കൂടെ നോക്കാം. എന്താണ് വെക്ടർ സ്പേസ് എന്ന് പറഞ്ഞു? സോ വെക്ടർ സ്പേസ് എന്ന് പറഞ്ഞാൽ ഒരു സെറ്റ് ടുഗെദർ വിത്ത് 2 ഓപ്പറേഷൻ ഉണ്ടാവും, അഡിഷനും സ്കെയിലാർ മൾട്ടിപ്ലിക്കേഷൻ. അതൊരു 6 പ്രോപ്പർട്ടീസ് ആ സെറ്റിലുള്ള എലമെന്റ്സ് സാറ്റിസ്ഫൈ ചെയ്യണം. ഏതൊക്കെയാണ്? കമ്മ്യൂട്ടേറ്റിവിറ്റി, അസോസിയേറ്റിവിറ്റി, അഡിറ്റീവ് ഐഡന്റിറ്റി, അഡിറ്റീവ് ഇൻവേഴ്സ്, മൾട്ടിപ്ലിക്കേറ്റീവ് ഐഡന്റിറ്റി ആൻഡ് ഡിസ്ട്രിബ്യൂട്ടീവ് പ്രോപ്പർട്ടി അല്ലെ. പിന്നെ നമ്മൾ എന്ത് പറഞ്ഞു, R എന്ന് പറയുന്നത് ഒരു വെക്ടർ സ്പേസ് ആണ് ഓവർ ദ ഫീൽഡ് R എന്ന് പറഞ്ഞു അല്ലെ. അത് എന്തുകൊണ്ടാണെന്നുള്ളതും നമ്മൾ നോക്കിയിട്ടുണ്ട്. അപ്പൊ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ എന്താണ്, ബേസിക്, അതായത് നമ്മുടെ ഇപ്പൊ ഈ 1/3 എന്ന് പറയുന്ന നമ്പേഴ്സ് എടുക്കുന്നത് പോലെ തന്നെ ഏതൊരു നമ്പർ എടുത്താലും അത് സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ട് അല്ലെ. നമുക്ക് അങ്ങനെ പറ്റാത്ത ഒരു നമ്പർ അവിടുന്ന് കണ്ടുപിടിക്കാൻ പറ്റുന്നില്ല. അതുകൊണ്ട് തന്നെ എല്ലാ റിയൽ നമ്പേഴ്സിനും അത് സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ട്. സോ നമുക്ക് എന്ത് പറയാൻ പറ്റും, R/R എന്ന് പറയുന്നത് ഒരു വെക്ടർ സ്പേസ് ആണ്. ഇനി വെക്ടർ സ്പേസ് അല്ലാത്തൊരു സിമ്പിൾ എക്സാമ്പിൾ ആണ് സെറ്റ് ഓഫ് ഓൾ നാച്ചുറൽ നമ്പർ ഓവർ ദ ഫീൽഡ് R ഞാൻ എടുക്കുകയാണ്. അത് എന്ത് ഫോം ചെയ്യുന്നില്ല, വെക്ടർ സ്പേസ് ഫോം ചെയ്യുന്നില്ല. കാരണം എന്തുകൊണ്ടാണ്, അഡിറ്റീവ് ഐഡന്റിറ്റി എടുത്തു, 0 എലമെന്റ് അവിടെ ഇല്ല അല്ലെ. അപ്പൊ അഡിറ്റീവ് ഐഡന്റിറ്റി തന്നെ അവിടെ എക്സിസ്റ്റ് ചെയ്യുന്നില്ല. അതുകൊണ്ട് എന്താണ്, അതെന്തല്ല, ഒരു വെക്ടർ സ്പേസ് ഫോം ചെയ്യുന്നു.
ഇനി അടുത്ത് നമ്മൾ എന്താ പറഞ്ഞത്, സ്കെയിലാർ മൾട്ടിപ്ലിക്കേഷൻ എന്ന് പറഞ്ഞത് എന്തിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും? നമ്മുടെ ഫീൽഡിനെ. അതിനൊരു എക്സാമ്പിൾ ആയിട്ടാണ് നമ്മൾ പറഞ്ഞത് എന്താ, R/R ഒരു ഫീൽഡ് ആണെന്ന് നമ്മൾ പറഞ്ഞു. പക്ഷെ R/R എന്ന് പറയുന്നത് ഒരു വെക്ടർ സ്പേസ് ആണെന്ന് നമ്മൾ പറഞ്ഞു. പക്ഷെ നേരെ ആ ഫീൽഡ് ഞാൻ തിരിച്ച് കോംപ്ലക്സ് നമ്പർ ആക്കിയപ്പോൾ എന്താണ്, R/C എന്തല്ല, ഒരു വെക്ടർ സ്പേസ് അല്ല. അവിടെ എന്ത് സാറ്റിസ്ഫൈ ചെയ്യുന്നില്ല? സ്കെയിലാർ മൾട്ടിപ്ലിക്കേഷൻ അവിടെ ഡിഫൈൻ ചെയ്യാൻ പറ്റുന്നില്ല, അല്ലെ? ഇനി അടുത്ത എന്താണ്, ഞാൻ എടുക്കുന്ന ഫീൽഡ് എന്ന് പറയുന്നത് റിയൽ നമ്പേഴ്സ് ആണെങ്കിൽ ആ വെക്ടർ സ്പേസിനെ ഞാൻ റിയൽ വെക്ടർ സ്പേസ് എന്നും, ഞാൻ എടുക്കുന്ന ഫീൽഡ് എന്ന് പറയുന്നത് കോംപ്ലക്സ് നമ്പേഴ്സ് ആണെങ്കിൽ ആ വെക്ടർ സ്പേസിനെ ഞാൻ കോംപ്ലക്സ് വെക്ടർ സ്പേസ് എന്നും വിളിക്കും. ഇത് ജസ്റ്റ് എന്താണ്, ഒരു നൊട്ടേഷൻ മാത്രമാണ്. എന്താണ്, ചിലപ്പോ നമുക്ക് റിയൽ വെക്ടർ സ്പേസ് ആണ് തന്നിട്ടുള്ളത് എന്നൊക്കെ ക്വസ്റ്റനിൽ ചോദിച്ചു കഴിഞ്ഞാൽ മനസ്സിലാക്കുക ഫീൽഡ് എവിടെ നിന്നാണ്, ഫീൽഡ് എന്ന് പറയുന്നത് R ആണ്. അതായത് സ്കെയിലാസ് R ൽ നിന്നാണ് എടുത്തിട്ടുള്ളത്. തിരിച്ച് കോംപ്ലക്സ് ആണെങ്കിൽ സ്കെയിലാസ് കോംപ്ലക്സിൽ നിന്നാണ് എടുത്തിട്ടുള്ളത്. അത് മനസ്സിലാക്കുക. ഓക്കെ, അപ്പൊ ഇത്രയാണ് വെക്ടർ സ്പേസിനെ പറ്റി പറയാനുള്ളത്. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കാം. ഓക്കെ, താങ്ക് യു.